വിശുദ്ധ ജോവാക്യമും വിശുദ്ധ ഹന്നായും നിരവധി അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള കാനഡയിലെ പ്രസിദ്ധമായ വിശുദ്ധ അന്നേ ഡെ ബീപ്രെ ദേവാലയത്തെക്കുറിച്ച് അറിയാത്തവർ വളരെ ചുരുക്കമേ കാണുകയുള്ളൂ. ഇവിടെ രോഗശാന്തി ലഭിക്കുന്ന അനേകം മുടന്തന്മാർ തങ്ങളുടെ ക്രച്ചസ് ഉപേക്ഷിക്കുന്നു. വിശുദ്ധ ജോവാക്യമിനോടും വിശുദ്ധ ഹന്നയോടും പ്രാർത്ഥിക്കുവാനായി ആയിരക്കണക്കിന് മൈലുകൾ അപ്പുറത്തു നിന്നുപോലും ഈ ദൈവാലയത്തിലേക്ക് തീർത്ഥാടകർ പ്രവഹിക്കുന്നു. ഒരു കാലത്ത് ജൂലൈ 26 വിശുദ്ധ ഹന്നായുടെ തിരുനാൾ മാത്രമേ ആഘോഷിക്കപ്പെട്ടിരുന്നുള്ളൂ. പക്ഷേ പുതിയ ദിനസൂചികയിൽ പരിശുദ്ധ മറിയത്തിൻ്റെ മാതാപിതാക്കളുടെ 2 തിരുനാളുകളും ഒരുമിച്ച് ആഘോഷിക്കപ്പെടുന്നു. ഏതാണ്ട് 170 രചിക്കപ്പെട്ട യാക്കോബിൻ്റെ സുവിശേഷങ്ങളിൽ നിന്നുമാണ് പരിശുദ്ധ മറിയത്തിൻ്റെ മാതാപിതാക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിവായിട്ടുള്ളത്. ഇതിലെ വിവരങ്ങൾ അനുസരിച്ച് അക്കാലത്ത് ഏറെ ബഹുമാന്യതനുമായിരുന്ന വ്യക്തിയായിരുന്നു ജോവാക്യം. അദ്ദേഹത്തിൻ്റെ പത്നിയായിരുന്നു ഹന്ന. ഈ ദമ്പതികൾക്ക് വർഷങ്ങളായി കുട്ടികളൊന്നും ഇല്ലായിരുന്നു. മക്കൾ ജനിക്കാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ ഒരു ശിക്ഷ എന്ന നിലയിലായിരുന്നു അവർ ഇതിനെ കണ്ടിരുന്നത്. വർഷങ്ങൾ നീണ്ട അവരുടെ പ്രാർത്ഥനയുടെ ഫലമായി മറിയം ജനിക്കുകയും അവളുടെ ചെറുപ്പത്തിൽ തന്നെ അവർ അവളെ ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്തു. വിശുദ്ധരായ ജോവാക്യമിൻ്റെയും ഹന്നയുടെയും തിരുനാളുകൾ പണ്ടുമുതലേ നിലവിലുണ്ട്. മധ്യകാലഘട്ടത്തിൽ വിശുദ്ധ ഹന്നായുടെ നാമധേയത്തിൽ നിരവധി ദൈവാലയങ്ങളും ആശ്രമങ്ങളും സമർപ്പിക്കപ്പെട്ടിരുന്നു. പണ്ട് മുതലേ ഈ ദമ്പതികളെ ക്രിസ്തീയ വിവാഹ ബന്ധത്തിൻ്റെ ഉത്തമ മാതൃകകളായിട്ട് പരിഗണിച്ചു വരുന്നു. ജെറുസലേമിലെ സുവർണ കവാടത്തിൽ വെച്ചുള്ള അവരുടെ കണ്ടുമുട്ടൽ കലാകാരന്മാരുടെ ഇഷ്ടപ്പെട്ട വിഷയമായിരുന്നു. യേശുവിൻ്റെ വല്യമ്മയെന്ന നിലയിൽ ഹന്ന പ്രത്യേക ശ്രദ്ധയാകർഷിക്കുകയും പലപ്പോഴും ചിത്രകലകളിൽ യേശുവിൻ്റെയും മറിയത്തിൻ്റെയും ഒപ്പം ചിത്രീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഫ്രാൻസിലെ ബ്രിട്ടാനിയയിലുള്ള സെൻറ്റ് അന്നേ ഡി ഓരെയും കാനഡയിലെ ക്യൂബെക്കിന് സമീപമുള്ള സെൻറ്റ് അന്നേ ഡി ബീപ്രെയും ഈ വിശുദ്ധയുടെ പ്രസിദ്ധമായ ദൈവാലയങ്ങളാണ്. പരിശുദ്ധ മറിയത്തിൻ്റെ മാതാപിതാക്കളുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് വളരെ കുറച്ച് മാത്രമേ അറിവുള്ളൂ. എന്നിരുന്നാലും പരിശുദ്ധ മറിയത്തെ പരിഗണിച്ച് നോക്കുമ്പോൾ മറിയത്തെ നമുക്ക് സമ്മാനിച്ചുകൊണ്ട് രക്ഷാകര ദൗത്യത്തിൽ ഒരു പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഇവർ തീർച്ചയായും ഉന്നതമായ വ്യക്തിത്വങ്ങളാണെന്ന് ഉറപ്പിക്കാം. വിശുദ്ധ ഹന്നയുടെ നാമധേയത്തിൽ ജെറുസലേമിൽ ഒരു ദൈവാലയമുണ്ട്. ഇത് വിശുദ്ധരായ ജോവാക്യമിൻ്റെയും ഹന്നയുടെയും ഭവനം വരുന്ന സ്ഥലത്ത് തന്നെയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ദമ്പതിമാരുടെ ഭവനത്തിൽ വെച്ചാണ് കന്യകാമറിയം ദൈവമാതാവാകുവാനുള്ള ദൈവിക പരിശീലനം നേടിയത്. പരിശുദ്ധ മാതാവിനോടുള്ള ക്രൈസ്തവരുടെ സ്നേഹത്തിൻ്റെ ഒരു വിപുലീകരണമാണ് ഈ ദമ്പതിമാരോടുള്ള ഭക്തി.